അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ യാത്ര പളനിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്താണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസിനകത്ത് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പളനിയിലേക്ക് എങ്ങനെ നമുക്കൊരു ലോ ബഡ്ജറ്റ് യാത്ര പ്ലാൻ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയാൽ എങ്ങനെ സ്റ്റേ ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എവിടെ നിന്നാണ് ട്രെയിനുള്ളത്, അതിൻ്റെ ടൈമിങ്സ് കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റേ, പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ദർശന സമയം, പിന്നെ അവിടുത്തെ വഴിപാടുകൾ കാര്യങ്ങൾ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പളനി ട്രിപ്പ് പോയിട്ട് നമ്മൾ കൊല്ലത്തു നിന്നാണ് പോകുന്നത്. കൊല്ലത്തു നിന്ന് പോയിട്ട് തിരിച്ചു വരുന്നവരെയുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അഞ്ചലിൽ നിന്നാണ്. നമ്മൾ അഞ്ചലിൽ നിന്ന് നേരെ ഒരു ബസ്സിൽ കയറി, കൊല്ലം ബസ്സിൽ കയറി കൊല്ലത്തെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൃത എക്സ്പ്രസ് ആണ് നമ്മൾ ബുക്ക് ചെയ്ത് വൈകുന്നേരം, അതായത് രാത്രി 9:30 കൊല്ലത്ത് നിന്ന് എടുക്കുന്ന അമൃത എക്സ്പ്രസ്സിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 6:45 നമുക്ക് പളനിയിലെത്താം. നമ്മൾ രാത്രി കയറിയോണ്ട് തന്നെ എല്ലാം സീറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങി. ഇത് രാവിലത്തെ കാഴ്ചകളാണ്. അപ്പോൾ രാത്രി പിന്നെ നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ട് കേട്ടോ പോയത്. എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് മേടിക്കാൻ നിൽക്കാതെ പുറത്തെ ഫുഡ് അറിയാമല്ലോ, യാത്ര സമയത്ത് പുറത്തെ ഫുഡ് മാക്സിമം ഒഴിവാക്കുക, പ്രത്യേകിച്ച് ട്രെയിനകത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് നമുക്ക് ഈസിയായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് പോകാൻ ഡിന്നർ അങ്ങനെ ചെയ്ത് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇതേ രാവിലെ എത്തി. 6:45 എന്ന് പറഞ്ഞൊരു 7 മണിക്ക് അകത്ത് നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫ്രഷ് അപ്പ് ആവാനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ പളനിയിൽ പോയി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വന്ന് വൈകുന്നേരത്തുള്ള ട്രെയിന് വീണ്ടും തിരിച്ചു പോവാം. സ്റ്റേ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. നമുക്കിതിനകത്ത് ട്രെയിൻ ടിക്കറ്റ് ആയെന്ന് വെച്ചാൽ 271 രൂപയാണ് ഒരാൾക്ക്. നമുക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ്, AC അല്ല, സ്ലീപ്പർ, നോർമൽ സ്ലീപ്പറിൽ 271 രൂപയാണ് ടിക്കറ്റ് ആയത് കേട്ടോ. ഇത് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കൺഫേം ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് കേട്ടോ ഇത് ബുക്ക് ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ പളനി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ച. ഇതേ പുറത്ത് റൈറ്റ് സൈഡിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ കാണാം. മറ്റെങ്ങും കാണാത്ത പോലെ നമുക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് തോന്നിയ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ വിളിച്ചു നിർത്തി എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കണം പളനിയിൽ ദർശനത്തിന് പോകുന്ന വഴിക്ക് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം, നമ്മുടെ പേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒരു 2-3 മിനിറ്റോളം നമുക്ക് നിർത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഒരു കോൺടാക്ട് നമ്പർ തന്നു, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കുറേ കുതിരവണ്ടികളും ഓട്ടോകളും ഒക്കെ കാണും. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ കുറേ ഓട്ടോ ഡ്രൈവേഴ്സ് വന്ന് നമ്മുടെ അടുത്ത് പറയും റേറ്റും കാര്യങ്ങളൊക്കെ, പളനിയിലേക്ക് പോകാൻ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ ആയിട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒന്ന് കുറച്ച് ബാർഗനൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ചു. ആദ്യം നമ്മൾ റേറ്റ് വെച്ചപ്പോൾ ഒത്തിരി റേറ്റ് കൂട്ടിയൊക്കെ ആട്ടോ അവർ പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം നമ്മൾ ബാർഗെയിൻ ചെയ്തൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലെ അല്ല കേട്ടോ, ഇങ്ങോട്ട് നേരെയുള്ള സീറ്റിൽ ഇരിക്കാം. പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് ലൊമിനിയിലൊക്കെ ഇരുന്ന് പോകുന്നതൊക്കെ ഇരിക്കാൻ കേട്ടോ. തമിഴ്നാട്ടിലെ എല്ലാ ഓട്ടോറിക്ഷയും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് ബാർഗെയിൻ ചെയ്യാൻ, എനിക്കൊന്ന് ഏകദേശം ഒരു 100-150 രൂപയ്ക്ക് മറ്റോ എന്തോ നമുക്ക് ഓട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യം അവർ പറഞ്ഞത് 10-250 രൂപയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് റേറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടുന്ന് ആദ്യം നടന്നു പോകാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ നടന്നു പോകാൻ പ്ലാൻ ചെയ്യേണ്ട, അത്യാവശ്യം നല്ല ദൂരമുണ്ട്, 2 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് പളനിയിലേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അതിരാവിലെ ആയതുകൊണ്ട് വലിയ കടകളും കാര്യങ്ങളും ഒന്നും തുറന്നിട്ടില്ല. എല്ലാവരും ഒക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഒരു 7 മണി സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്ര ദർശനത്തിന് എത്തിയ കുറേ മലയാളീസിനെന്ന് വെച്ചാൽ ഈ മുണ്ട കൊടുത്തു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് വരുന്നത്. പിന്നെ കുറേ സ്വാമിമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഷോപ്പുകളൊക്കെ എല്ലാം അടച്ചിട്ടിരിക്കുന്നതായിട്ടോ കാണുന്നത്. ചെറിയ ചായക്കടകളൊക്കെ കാണാം. പിന്നെ പോകുന്ന വഴിക്ക് കുതിരവണ്ടികളൊക്കെ കാണാം. പിന്നെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നേ അപേക്ഷിച്ച് കുറച്ചുകൂടെ നീറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഈ പളനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പളനിയിലേക്ക് പോകുന്ന ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് ഓട്ടോ എടുത്ത് നേരെ വന്നിട്ട് നമ്മൾ ഇനി ഒരു താമസത്തിനുള്ളൊരു സ്ഥലം നോക്കി പോകുമ്പോഴാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് ദേവസ്വത്തിൻ്റെ ഒരു സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആൾറെഡി നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ദേവസ്വത്തിൻ്റെ സ്റ്റേ ഉണ്ടെന്ന്. പക്ഷേ അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഓർത്തിരുന്നപ്പോൾ കറക്റ്റ് ഓട്ടോ ഡ്രൈവർ തന്നെ നമ്മളെ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു റിസപ്ഷൻ ഏരിയ, അവിടെ ഒരു ക്യൂ ഒക്കെ നിൽക്കുന്ന കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ. ഇതാണ് ദേവസ്വത്തിൻ്റെ ഒരു സ്റ്റേ വരുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നേരെ പോയിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു. ഇത് ഏകദേശം ഒരു റൂമിന് 1000-1200 രൂപയൊക്കെ ആകും നമുക്ക്. പക്ഷേ ഇവിടെ നമ്മൾ ദേവസ്വത്തിൻ്റെ സ്റ്റേ വന്നു, എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുക്കുക, എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റൂം വേണമെങ്കിൽ അവർ തരും, അല്ലെങ്കിൽ 2 റൂമായിട്ട് വേണമെങ്കിൽ അവർ തരും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ട് അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി റൂം കാണിച്ച് നമ്മുടെ കയ്യിൽ കീ തന്നുവിടും. നമ്മൾ തന്നെ പോയി റൂം കാണാം. റൂം കണ്ടതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട റൂം വന്ന് തിരിച്ച് പറയുമ്പോൾ ആ റൂം നമുക്ക് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അവരൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കി നമുക്ക് തരും.
അപ്പോൾ അതേ നല്ല ഒരു നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ താഴെ വിശാലമായിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ റൂമിലേക്ക് വന്നു. അപ്പോൾ റൂമിനകത്തെ ഒന്ന് കയറി നോക്കുമ്പോഴത്തേക്കും നല്ല വലിപ്പമുള്ള റൂമാണ്. പിന്നെ എന്താ പറയുന്നത്, വലിയ ലക്ഷറി എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് അത്യാവശ്യം കിടന്നിറങ്ങാനുള്ള ബെഡും പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നീറ്റായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസത്തെ കാര്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് വരിക, കിടന്നുറങ്ങുക, ഫ്രഷ് ആവുക, പോവുക. നമ്മളൊരു ലക്ഷറി ടൂറിസം എന്താ പറയുന്നത്, ടൂർ വന്നതല്ല, നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് വന്നതാണ്. അപ്പം നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ അതേ നമ്മൾ വന്ന് ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. അതായത് ഇവിടെ വരുമ്പോൾ നമ്മളൊരു ID കാർഡ് കൊടുക്കണം, അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തതിന് ശേഷം നമുക്കൊരു റൂം കീ തരും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട്, അതായത് 600 രൂപയാണ് നമുക്ക് 2 റൂമിനായത്. ഒരു റൂമിന് 300 രൂപ വെച്ചിട്ടായത്. നമ്മൾ 6 പേരുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം ഒരു 800 രൂപ 1000 രൂപ മേടിക്കും. 1000 രൂപ മേടിച്ചതിന് ശേഷം നമ്മൾ പോകുന്ന സമയത്ത് 400 രൂപ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ഇവിടെ. അതൊരു ഡെപ്പോസിറ്റ് ആയിട്ട് അവർ അവിടെ കണക്ക് കൂട്ടും. എപ്പടി ഇருக்கு കുഞ്ഞമ്മ റൂം? കണ്ണാടി എല്ലാമേ. അപ്പോൾ നമ്മൾ താമസിച്ച ബിൽഡിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ പളനിയുടെ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാം കേട്ടോ. കറക്റ്റ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ, ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ സൂപ്പറായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ കാറിലായാലും ട്രാവലിലായാലും വലിയ ബസ്സിൽ വന്നാലും നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഒന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങും കേട്ടോ. ഈ പരിപാടി ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നടക്കാൻ ഇറങ്ങി. രാവിലെ കാപ്പി കുടിക്കണം. നമ്മൾ രാവിലെ ദർശനത്തിന് കയറുന്നില്ല ശരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡേ ടൈം ഫുൾ ഇവിടേക്ക് ഒന്ന് കറങ്ങി വൈകുന്നേരം കയറി തൊഴാനാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെല്ലാവരും ഇന്ന് മുട്ട അടിക്കുന്ന ടീംസാണ്. അപ്പോൾ മുട്ട അടിക്കുന്ന പരിപാടികളൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ മുട്ട അടിക്കുന്നതിന് മുമ്പായിട്ട് അതേ ലാസ്റ്റ് പൂവൊക്കെ മേടിച്ച് തലയിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന നമ്മൾ എങ്ങനെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടത്, പിന്നെ ഇവിടുത്തെ എങ്ങനെയാണ് സേഫായിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സേഫായിട്ട് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, കഴിഞ്ഞ വർഷം വരെ മൊബൈൽ ഫോൺ നമുക്ക് കൊണ്ട് കയറായിരുന്നു. അപ്പോൾ ഈ വർഷം തൊട്ട് പുതിയ റൂള് മൊബൈൽ ഫോൺ കൊണ്ട് കയറാൻ പറ്റില്ല. അത് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു തൊട്ടടുത്തൊരു ലോക്കറുണ്ട്, അവിടെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങി. ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാലോ, നമ്മൾ ടൂർ പോകുമ്പോൾ എല്ലാ ഷോപ്പിലും കയറും. പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനൊന്നും ആയിരിക്കത്തില്ല, എല്ലായിടത്തും കയറി വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ പതിവ് പരിപാടി തന്നെ അത് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മുട്ട അടിക്കാൻ പോവുകയാണ്. മുട്ട അടിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷായി വൈകുന്നേരം അമ്പലത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ് ഇനി പ്ലാൻ. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ചടങ്ങാണ്, നമ്മൾ പളനിക്കോ തിരുപ്പതിക്കോ ഒക്കെ ടൂർ പോകുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് എന്തെങ്കിലും ഇതുപോലുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പരിപാടി ഇപ്പോഴേ അങ്ങ് തീർത്തു വെച്ചു കേട്ടോ. പബ്ജി കളിക്കാൻ ഇതെന്ത് രണ്ടെണ്ണം അതോ രണ്ടെണ്ണേ ഉള്ളോ? അപ്പോൾ നമ്മളിവിടെ വന്ന് മുട്ട അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടോക്കൺ എടുക്കണം. നമ്മുടെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് ഫീസൊന്നുമില്ല, ടോക്കൺ എടുക്കുക. ദേവസ്വത്തിൻ്റെ തന്നെ ഒരു സ്ഥലമാണിത് മുട്ട അടിക്കാനുള്ളത്. നമുക്ക് വരുന്ന വഴിക്ക് ഒരുപാട് പ്രൈവറ്റ് മീൻസ് നമ്മുടെ നോർമൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണും. നമ്മളെന്നാലും ഇവിടെ വന്നാണ് മുട്ട അടിക്കേണ്ടതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ മുട്ട അടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. നമ്മൾ വന്ന് ടോക്കൺ എടുത്ത കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്നു, അവിടെ നിന്ന് ക്യൂ നിന്ന് ടോക്കൺ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ ടോക്കൺ കൊണ്ടുവന്ന് നമുക്ക് ഇവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മുട്ട അടിച്ചിട്ട് നേരെ അടുത്ത പരിപാടിയിലേക്ക് പോകാം.
ഇവിടെ സ്ത്രീകൾ വന്ന് മുട്ടയടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. അവരുടെ കൂടെ നിൽക്കാൻ തന്നെ ഒരാളുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ സ്ത്രീകൾ മുട്ടയടിക്കുന്നുണ്ടെങ്കിൽ ഒരു VIP കൂപ്പൺ നമുക്ക് കിട്ടും. VIP കൂപ്പൺ മീൻസ് നമ്മൾ ടോപ്പിൽ ചെന്നിട്ട് അത് ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു 100 രൂപ കൂപ്പൺ എടുത്ത് നമുക്ക് കയറാം. അപ്പോൾ ആ ഒരു കൂപ്പൺ 3 പേർക്ക് കയറാനുള്ള, അതായത് ഫാമിലിക്ക് കയറാനുള്ള ഒരു കൂപ്പൺ സ്ത്രീകൾ മാത്രം മുട്ടയടിക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ ഇവിടുന്ന്. ഇനിയായിരുന്നു ഫോട്ടോ എടുക്കണ്ടേ. അപ്പൊ ചേട്ടാ ഇനി ഫോട്ടോ എടുക്കണം. അതെ, ഇനി ഫോട്ടോ എടുക്കണം. ഇങ്ങനെ തേക്കണം. അപ്പോൾ ഇത് വലിയ പരിപാടിയൊന്നുമല്ല. നമ്മൾ ഇറങ്ങി മുട്ടയടിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് പേരെ കാണാം. ഇതുപോലെ ചന്ദനം നമുക്ക് ഇട്ട് തരുന്നത്. അപ്പം നമുക്കത് എന്താ പറയുന്നത്, പളനിക്ക് കയറുമ്പോൾ ചന്ദനം തലയിൽ തേച്ച് കയറണം എന്നാണ് ഒരു വിശ്വാസമൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വരുന്ന വഴിക്ക് അവരിങ്ങനെ ചന്ദനമൊക്കെ തലയിൽ ഇട്ട് തന്നു. അപ്പോൾ നമുക്ക് മുട്ടയടിച്ചതിന് ശേഷം അതിടുന്ന ഒരു നല്ലതാണെന്ന് തോന്നുന്നു. മീൻസ് തലയ്ക്ക് നമുക്ക് ആ മുടിക്കും എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തേച്ച് നമ്മളൊന്ന് ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട്, അപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഹോട്ടലുകളൊക്കെ തപ്പി വന്നു. അപ്പോൾ നമ്മളെവിടെ പോയാലും അന്വേഷിക്കുന്നത് വെച്ചാൽ നമ്മുടെ കേരള റൈസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മലയാളത്തിൽ ഊണ് റെഡി എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ശ്രീകണ്ഠ ഹോട്ടൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ദേവസ്വത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് നമ്മുടെ താലി മീൽസ്, നമുക്ക് എല്ലാ ഐറ്റംസും, പരിപ്പ്, പപ്പടം, പായസം ഉൾപ്പെടെ അങ്ങനെ ഒരു അടിപൊളി ഊണ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ വരുന്നവർ ഇവിടെ കയറി നോക്കുക, നല്ല ഫുഡായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്ക് പുറത്തിറങ്ങി ഇവിടെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി തൊപ്പിയൊക്കെ മേടിച്ച് കുറേ കടകളിലൊക്കെ കയറി ഇങ്ങനെ കറങ്ങിയിട്ട് നേരെ റൂമിൽ പോയി വൈകുന്നേരം ഫ്രഷ് ആയിട്ട് നമുക്ക് പളനിയിലേക്ക് കയറാനാണ് പ്ലാൻ. അപ്പോൾ ഇത് നമ്മൾ പളനി ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി രാത്രിയിലത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ പളനിയിൽ നമ്മൾ കയറുന്ന കാഴ്ചകളും കാര്യങ്ങളും ഒന്നും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നു, ലോക്കറിൽ മൊബൈൽ ഫോൺ വെച്ചു. അവിടെ നേരെ നമ്മൾ കയറി മേളിലേക്ക് പോയി ദർശനം കഴിഞ്ഞ് തിരിച്ച് താഴെ എത്തി മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ ആൻഡ് ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനത്തിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ ഒരു 4:30 ഓപ്പൺ ചെയ്യും, 12:30 വരെ, ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12:30 വരെ ഉണ്ടാവും. പിന്നെ ഓരോ സ്പെഷ്യൽ പൂജാ ദിവസങ്ങളനുസരിച്ച് ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ ഇവിടെ. പിന്നെ വൈകുന്നേരം ഏകദേശം ഒരു 4:30 ഓപ്പൺ ചെയ്യും, ഒരു രാത്രി 9 മണി വരെ ഉണ്ടാവും. ഇതിനിടയ്ക്ക് ചില പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്യും, വീണ്ടും ഓപ്പൺ ചെയ്യും. മീൻസ് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ അറിയാം കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കയറുന്നത്. അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ പളനിയിലത്തെ ഒരു അംഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു വരുന്ന ഒരു ട്രെയിനകത്ത് കയറി ഇരുന്നിട്ടുള്ള പരിപാടിയാണ്. എല്ലാവരും മൊബൈൽ ഫോൺ നോക്കി പളനിയിൽ നിന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ, സ്റ്റാറ്റസ് ഇടുന്ന പരിപാടികളൊക്കെ ആയിട്ട്. അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാട് സൈഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും പുറത്ത് നല്ല അടിപൊളി കാഴ്ചകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ അടുത്തടുത്തുള്ള വീടുകളും കോളനികളും പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി കാഴ്ചകളാണ്. നെൽപ്പാടങ്ങളൊക്കെ കാണാം. കേരളത്തേക്കായും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു നെൽപ്പാടങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ അതുപോലെ തന്നെ സെയിം പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് ഓൺലൈൻ വഴി അതേ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് മധുരയിലേക്കാണ് കേട്ടോ. മധുരയിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. കൊല്ലത്തേക്കല്ല, പുനലൂരത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചലിൽ നിന്ന് നേരെ ബസ്സിൽ നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലത്ത് നിന്ന് വൈകുന്നേരം 9:30 പളനി ട്രെയിനകത്ത്, അതായത് അമൃത എക്സ്പ്രസ്സിനകത്ത് കയറി 6:45 മോർണിംഗ് നമ്മൾ പളനിയിലെത്തി. ദർശനമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. തിരിച്ച് നമുക്ക് നേരെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് തിരിച്ച് നേരെ കൊല്ലത്ത് തന്നെ പോയിട്ട് അവിടെ നിന്ന് പോകാമെന്നായിരുന്നു. പക്ഷേ നമുക്ക് തിരിച്ചു വരാനുള്ള ടിക്കറ്റിൻ്റെ ഒരു അവൈലബിലിറ്റി ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന്, അതായത് പളനിയിൽ നിന്ന് നേരെ മധുരയിൽ വന്നിട്ട് മധുര മീനാക്ഷി അമ്മൻ കോവിൽ കാണാൻ പറ്റുന്ന ടൈം ഉണ്ടെങ്കിൽ, അതായത് അടുത്ത ട്രെയിൻ നമുക്ക് മധുരയിൽ നിന്ന് പുനലൂരോട്ട് പോകാൻ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്ത് നമ്മൾ ഇവിടുന്ന് നേരെ മധുരയ്ക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും കുറേ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് കേട്ടോ തമിഴ്നാട്, അതായത് പളനിയിൽ നിന്ന് മധുരയിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഇതേ രാവിലെ 11:30 നമ്മുടെ പളനിയിൽ നിന്ന് മധുരയ്ക്കുള്ള ട്രെയിൻ. അപ്പോൾ ഏകദേശം നമ്മളിതേ മധുര എത്തിക്കഴിഞ്ഞു, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ മധുര മീനാക്ഷി അമ്മൻ കോവിൽ കാണാൻ പറ്റുമോ നോക്കട്ടെ, ടൈം അനുസരിച്ച് കാണാം. അതിനുശേഷം ഇവിടെ നേരെ പുനലൂരത്തേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ പുനലൂർ പോയിട്ട് തെങ്കാശി വഴിയാണ് പോകുന്നത്. അപ്പോൾ പുനലൂർ പോയിട്ട് അവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അതാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മധുര വരെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകൾ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മധുരയിൽ നിന്ന് നമ്മൾ തെങ്കാശി വഴി നമ്മുടെ 13 കണ്ണറപ്പാലം, തെങ്കാശി, നമ്മുടെ ചെങ്കോട്ട റെയിൽപാതയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോയിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും.